കുട്ടിക്ക് എവിടെയാ പോണ്ടേ? ബസ് കാത്ത് നിൽക്കുകയാണോ? അല്ല. പിന്നെന്തെങ്ങനെ തനിച്ച് നിൽക്കുന്നേ? തനിച്ച് നിന്നൂടാ. നിന്റെ മനസ്സിൽ നീ ഇപ്പൊ കുട്ടിയായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവരുടെ മനസ്സിൽ അങ്ങനെയൊന്നും അല്ല. തനിച്ചിങ്ങനെ വന്ന് നിൽക്കരുത്. ലോകം മുഴുവൻ വെളിച്ചമാണെന്ന് കുട്ടി കരുതും, പക്ഷെ അങ്ങനല്ല. അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? പോണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ പലരും വരും, നശിപ്പിക്കും നിന്നെ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞാൻ വിടില്ല. എന്താ മോളെ? എന്താ അച്ഛാ, ഇവർക്ക് ഭ്രാന്ത അച്ഛാ. കുറെ നേരമായി എന്തൊക്കെയോ പറയുന്നു. മോള് വണ്ടി കയറി. എന്റെ കാര്യത്തിൽ ഇടപെടലെന്ന് പറഞ്ഞിട്ടില്ല. വന്നോ? ഒരു ചെറിയ കാറ് വാങ്ങിച്ചിട്ട് എത്ര നാളായിട്ട് പറയുന്നു. ഇവിടുന്ന് ഓഫീസിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് പെട്രോൾ ചെലവ് ഇത്രയല്ലേ വരുള്ളൂ. ഓശോ, കറുത്തു മുഖം. അതെ, ഒന്നും കാര്യമാക്കണ്ട. വിവാഹാലോചനയുടെ കാര്യത്തിലേ നീ ചെയ്ത് തന്നെയാ ശരി. ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട് വരാം. അതിനെന്താ, വേണമെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്കറിയാം, ഞാൻ ഇടയ്ക്കൊന്ന് വരുന്നതാ അവക്കൊരു ആശ്വാസം. ഇല്ലാത്ത മനുഷ്യൻ. ആശ്വാസം ഉറപ്പാ. തിരിച്ചറിയാനുള്ള ബോധമില്ലേ? ഇനിയിപ്പോ തുടങ്ങും വിളിക്കലും അടുത്ത് വിളിച്ചിരുത്തലും ഒക്കെ. മോളെ, മോളെ ഗംഗേ, അമ്മാവനാ, അതൊന്നും തുറക്ക. കഴിച്ചില്ലയോ ഇതുവരെ? മോളെ, അമ്മാവനാ, അതിന് തുറക്ക. മോളോ, വാതിലെ തുറക്ക്. അയ്യോ, മാറിയില്ലേ ഇതുവരെ? വാ മോളെ, വാ. നിന്റെ അമ്മ എന്തോ പറഞ്ഞ് കരഞ്ഞു. അത് പതിവല്ലേ. നാളെ നടക്കാൻ ഇറങ്ങുമ്പോ നമുക്കൊന്ന് സംസാരിക്കണം. അമ്മ കേൾക്കില്ലല്ലോ. മോളെ, ഇന്ന് കോടതിയിലൊരു തർക്കം, ഒരു കേസിന്റെ ബാക്കിയാ. 1% ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു ബലാത്സംഗം നടക്കുമോന്ന് ഞാൻ തർക്കിച്ചു. അടിച്ചിരുത്തി. ഒരു പെണ്ണിന്റെ മനസ്സ് വഴങ്ങാതെ ഒന്നും സംഭവിക്കില്ലാന്ന്. എന്താ മോളുടെ അഭിപ്രായം? പറ.
ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കാലമല്ലേ. മോളേക്കാ നന്നായിട്ട് ആർക്ക് അഭിപ്രായം പറയാൻ പറ്റുക ഈ കാര്യത്തില്? പറ. ഏട്ടാ, കാപ്പി എടുത്തു വെച്ചു. ഓ, അപ്പൊ മോളെ ബാക്കി നമുക്ക് പിന്നെ പറയാം. ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. മഹാദേവ. കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ല. കോട്ടയ്ക്ക് പോയി ഒരു 2 ആഴ്ച ഒഴിച്ചില് കിടന്നാലൊന്ന് ആലോചിക്കുക. എവിടെ 2 മിനിറ്റ് തികച്ചൊന്ന് ഒഴിവായി കിട്ടണ്ടേ? ശരീരം നോക്കണം, അല്ലാതെ ഇങ്ങനെ ഓടി നടന്നിട്ട്. പറയുന്ന നിനക്കും ഇത് ബാധകമാ. ജീവൻ ശേഷിക്കുന്നുണ്ടെന്നെങ്കിലും കാണുന്നവർക്ക് തോന്നണ്ടേ? ജീവനുണ്ടെന്ന് ആദ്യം എനിക്ക് തോന്നണ്ടേ? ഗംഗു, മോളെ മോളെ മോളൊന്നിങ്ങി വന്നേ. എനിക്ക് കുറച്ച് ഫയൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. മോളെ നീ തൈലം ഒന്നേ പുറത്തൊന്നിട്ടതാ. മേലാകെ ഒന്ന് വയ്യ. എന്താ നോക്കി നിൽക്കുന്നേ? പിടിക്ക്. നാട് മുഴുവനടി ഊഴിച്ചിലും തിരുമലും ഒക്കെ ആയിട്ട് നടക്കുന്നവര്. അതൊക്കെ ഒരു ഫാഷൻ അല്ലാതെ എന്തുവാ? ഈ ഉഴിയുന്ന കൈയും മേനിയും തമ്മിൽ കൊടുക്കൽ വാങ്ങലുണ്ടാവണം. അല്ല, ഇത് ഞാൻ പറയുമല്ല, മർമ്മയോഗത്തില് സംഹിതയാ. ഇപ്പുറത്ത് ഇവിടെ വേദനിക്കുന്നുണ്ടോ നിനക്ക്? ഉണ്ട്. തന്റെ ഈ നാണം കെട്ട ശൃംഗാരത്തിന് നിന്ന് തരേണ്ടി വരുമ്പോ എന്റെ മനസ്സാ വേദനിക്കുന്നത്. എന്താ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അമ്മാവൻ എന്ന ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തരുമ്പോ അത് ചൂഷണം ചെയ്യാവുന്നോ? ലോകത്തിലെ ഏറ്റവും വലിയൊരു സംസ്കാര ശൂന്യന് മാത്രമേ നിങ്ങളെ പോലെ പെരുമാറാൻ പറ്റുള്ളൂ. ഇപ്പൊ നല്ല സുഖമുണ്ട്. വെറുതെ അല്ല, അയാളന്ന്
മോളെ ആ. ഹേയ്, ഹേയ്, എന്താ ഇത്? എന്താ മോളെ ഇത്? നിന്റെ പതിവനുസരിച്ചല്ലേ ഞാൻ തയ്യാറാവുള്ളൂ. നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ എന്തുവാ? അത് ക്ഷീണമായിരിക്കും എന്ന് വിചാരിച്ചു. അയ്യോ, എനിക്കോ? നിന്റെ കൂടെ കുറച്ചു നേരം നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പല സന്തോഷം എന്തുവാ? അതെ, മോൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് വരാം. പോലെ ഏട്ടാ മനസ്സിൽ ആദ്യം ഒന്നും വേണ്ട, പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെയാ പോകുന്നത്. തിരിച്ചു വരുമ്പോ നോക്കിക്കോ. മോളെ മോളെ, പോകാം പോകാം. സത്യത്തിൽ നിന്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നടക്കുമ്പോ തോന്നും ലോകത്തിലെ ഏറ്റവും സുഖമുള്ള കാര്യം ഇതാണെന്ന്. എന്തായാലും ഡിസംബറിലെ മഞ്ഞിൽ ഇങ്ങനെ ചേർന്ന് കിടക്കാൻ ഒരു സുഖമായിരിക്കും. നോക്കട്ടെ ഈ ഡിസംബറിൽ ഇവിടെ ആക്കാൻ പറ്റുമത്. ഗംഗ, ഗുഡ് മോർണിംഗ് ഗംഗ. മോർണിംഗ് സർ. ഗംഗ എന്ന് കുറച്ച് നേരത്തെ ആണല്ലേ? അതെ സർ. അല്ല, ആര്? ഓഫീസിലെ സൂപ്രണ്ടാണ് കൈമൾ സർ. ഇത് എന്റെ അങ്കിളാണ്. ഓ ഐ സി. ഞാൻ കരുതി. നൈസ് ടു മീറ്റ് യു. I am വെങ്കിട്ടരാമൻ, ക്രിമിനൽ ലോയർ. മോൾക്ക് സുഖാണോ സർ? അതെ അതെ, മോള് കൂടെ കൂടെ ചോദിക്കാറുണ്ട് ഗംഗയെ. സാറിന്റെ വൈഫ് കുറച്ചാൾ മുമ്പ് മരിച്ചുപോയി. ഇപ്പൊ സാറും മോളും മാത്രമേ ഉള്ളൂ. അപ്പോ മിസ്റ്റർ കൈമൾ എന്നും രാവിലെ നടക്കാനോ? ഷുവർ. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാനത് മുടക്കാറില്ല. മിസ്റ്റർ വെങ്കിട്ടരാമയ്യർ കുറച്ചു ദിവസം ഉണ്ടോ അവിടെ? എന്താ ഉണ്ടാവാൻ പാടില്ലെന്നാണോ ഉണ്ടാവണമെന്നാണോ മിസ്റ്റർ കൈമളിന്റെ ആഗ്രഹം? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞങ്ങള് വക്കീലന്മാരുടെ ചോദ്യം എപ്പോഴും ഷാർപ്പായിരിക്കും. ഐ ആം സോറി, നിങ്ങൾ എന്നെ ഏതോ വിധത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സോറി സർ, അങ്കിൾ ചില സമയത്ത് ഇങ്ങനെയാ, ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ സംസാരിച്ചു കളയും. സാർ നടന്നോളൂ, ഞങ്ങൾ ബീച്ച് റോഡിലേക്കാ. മിസ്റ്റർ കൈമൾ, ഒരേ ഒരു മിനിറ്റ്. എന്താ? അതെ, കാലം നന്നല്ല. ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവുമ്പോ കടുത്ത ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത് പേടികൊണ്ടാ. കൈമള് സ്വന്തം മോളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാ എനിക്ക് ഗംഗയും. മക്കളെന്നും കൈക്കുഞ്ഞാണല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് കൈമളിനോട് റിക്വസ്റ്റ് ഉണ്ട്, എന്റെ ഭാഗത്തുനിന്നുള്ള കെയർ കൈമളുടെ ഭാഗത്തുനിന്നും ഗംഗയുടെ കാര്യത്തിൽ ഉണ്ടാവണം. ഐ മീൻ, ഒരു കാരണവർ. കൈമളുടെ പ്രായവും പക്വതയൊക്കെ വെച്ചത് സാധിക്കും. Then okay, see you next time. Rascals, ഒരുത്തിനും കോമൺ സെൻസ് ഇല്ല. മറ്റുള്ളവരുടെ സ്വകാര്യത നശിപ്പിക്കാൻ ഇവനൊക്കെ എന്താണ് അധികാരം? മോളെ, ഓഫീസ് വെച്ച് നിനക്ക് ഉള്ള ശല്യം ഉണ്ടാവാറുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? ആ കൈമൾ ഓഫീസ് വെച്ച് നിന്നെ ശല്യപ്പെടുത്താറുണ്ടോന്ന് പറ. ഇല്ല. തെറ്റായൊരു വാക്കോ നോട്ടോ സ്പർശനോ പോലും സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിലാ വരിക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കരുത്, പരാതി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ പരാതിപ്പെടണ്ടേ? സീനിയോറിറ്റിയുടെ പേരിലായാലും ഒപ്പം ഉദ്യോഗം നോക്കുന്നതിന്റെ പേരിലായാലും പുരുഷൻ സ്ത്രീയെ നോക്കുന്നത് ലൈംഗിക ചൊവ്വയോടെ തന്നെയാ. എന്താ മോളുടെ അഭിപ്രായം? ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. നീ ശ്രദ്ധിക്കുന്നുണ്ടോന്നല്ല, നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് തിരിച്ചറിയണം. നിന്നെ നിൽക്കും മോളെ. ഇനി നമുക്കൊന്ന് പതുക്കെ നടക്കാം. ജീവിതത്തിൽ ഒരു പുരുഷനെ നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അന്ന് കോളേജിൽ പോയപ്പോ നിന്നെ കാറ് കയറ്റി വരില്ലേ? അവനെ ശ്രദ്ധിച്ചിട്ടില്ലേ? അയ്യോ, അവന്റെ അടുത്ത് കാറിൽ നീ കയറിയിരുന്നപ്പോ
അവൻ തുടരണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നു? എന്തിന് അതൊക്കെ എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നേ? മറക്കുന്നത് എങ്ങനെയാ? മറന്നു എന്ന് പറഞ്ഞാൽ അത് കള്ളവാ. അല്ല, ആദ്യം പ്രണയം തോന്നിയവനെയും ആദ്യം ശരീരത്ത് തൊട്ടവനെയും ഒരു സ്ത്രീക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അവൻ നിന്നെ എവിടെ ആദ്യം തൊട്ടത്? കയ്യിലാണോ അതോ മുഖത്താണോ അതോ? മതി. അയ്യോ, അങ്ങനെ പിണങ്ങി പോവല്ലേ മോളെ, ഒന്ന് നിന്നേ, നിക്ക്. അയ്യോ അയ്യോ അയ്യ, എന്റെ മോളെ, അനുഭവങ്ങളാ പാഠങ്ങള്. എനിക്കും ഉപകാരപ്പെടും. 12 വർഷം മുമ്പുള്ള നിന്റെ പ്രായത്തിൽ ഒരു പെൺകുട്ടി എന്താ ചിന്തിച്ചെന്ന് അറിയണമല്ലോ. പറ മോളെ. മോളെ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കായിരുന്നു അവന്. എങ്ങനെ ഉണ്ടായിരുന്നു അവനൊക്കെ കാണാൻ? സുന്ദരനായിരുന്നോ? അവൻ നിന്നെ തൊട്ടപ്പോ ആ കൈ പൊള്ളുന്നുണ്ടായിരുന്നോ? നല്ല കരുത്തുണ്ടായിരുന്നു അവന്. എന്നോടല്ലേ എല്ലാം തുറന്നു പറഞ്ഞു? നിനക്കായിരുന്നോ അതോ അവനായിരുന്നോ കൂടുതൽ താല്പര്യം? ഞാൻ ചത്ത ദിവസമായിരുന്നു അത്.